ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പൊ എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ? സുഖല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണു, അൽഹംദുലില്ലാ. അപ്പൊ ഇങ്ങോട്ട് പോന്നു കേട്ടോ. ഞാൻ ഇന്നലെ വൈകുന്നേരം പോന്നു. കാക്കൊക്കെ ഒറ്റക്കല്ലേ, റിതുവിന് ട്യൂഷനൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ പോന്നു കേട്ടോ. എന്താ നിങ്ങളെയൊക്കെ വിശേഷം? സുഖല്ലേ? അപ്പൊ ഇരുന്ന് രണ്ട് വർത്താനം പറയാന്ന് കരുതി. അപ്പൊ അതിനുള്ളൊരു കമന്റും കിട്ടിയിട്ടുണ്ട്. എന്താ മക്കളെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇതിനായിട്ട് നിക്കണില്ലേ ചിലവര്? അപ്പൊ നല്ലൊരു കമന്റ് വന്നിട്ടുണ്ട്. ആ കമന്റ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാട്ടോ. നിങ്ങൾ തന്നെ ഒന്നും വായിച്ചു നോക്കി. ആ 36 ഇടുന്ന കമന്റ് മുഴുവൻ നെഗറ്റീവായിട്ടാണ് ഇടല്. എല്ലാം എൻ്റെ അമ്മ ഒന്ന് വീണ് കഴിഞ്ഞാൽ അതിനും എൻ്റെ മകന്നും മുഗല പണി. എന്താ അങ്ങനെയൊക്കെ ഒരു വർത്താനല്ലേ? അങ്ങനെയൊക്കെ ഒന്ന് ചോദിക്കാൻ പാടുണ്ടോ? ഉമ്മമാരല്ലേ, വയസ്സായതല്ലേ? അതേപോലെ ഇനിയും പറയും അത് അനുഭവിച്ചണോൽക്കേ അറിയുള്ളൂ മക്കളെ. എനിക്ക് എന്നും ഗ്ലൂക്കോസ് കയറ്റാൻ പോണ പണിയാണ്, എനിക്ക് എന്നും വെജായിയാണ്. പിന്നെ വെജായി ഇല്ലാക്കുക. നമുക്ക് അസുഖം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം പച്ചയായി കാണിച്ചു തരും നിങ്ങൾക്ക് അല്ലേ. അല്ലാതെ ഞങ്ങൾ ബിരിയാണി ഒന്നും നെയ്ച്ചോറുണ്ടാക്കി തിന്നലുണ്ട് പറഞ്ഞുകൊണ്ട് ഇല്ല വലിയ വീഡിയോ ഒന്നും വിട്ടരാല സാമ്പത്തികം ഒന്നും നമുക്കില്ല. അപ്പൊ ആരെ കമന്റ് ഇട്ട് ഞാൻ ആ സ്ക്രീനിൽ കാണിച്ചു തരാം കേട്ടോ. 36 കുറേ ദിവസമായി നെഗറ്റീവ് മാത്രം വിടണ്. ഇന്ന് എൻ്റെ വീഡിയോ മുഴുവൻ സ്കിപ്പ് അടിച്ചാതെ കാണുന്നുണ്ട് തോന്നുന്നു. അതുകൊണ്ടല്ലേ അതിലെ നുറുക്കുകളൊക്കെ എന്താ എടുത്ത് പറയണത്. അങ്ങനെ താല്പര്യമില്ല, അങ്ങനെ നിങ്ങൾ കാണണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടോളി, അങ്ങനെ നെഗറ്റീവ് ഇടണമെന്നില്ല. എന്താ വെച്ചാല് ഇത്ര ബുദ്ധിമുട്ടിക്കാണ്ട് നിങ്ങൾ ഇന്നെ ഹെൽപ്പ് ചെയ്യണമെന്നില്ല. എന്താ വെച്ചാൽ അത്ര സങ്കടമായിട്ട് ഞാൻ പറയണം കേട്ടോ. ഒരാളെ പറ്റിക്കാണ്ട് ഇങ്ങനെ അപവാദം പറയാന്ന് പറയുന്നത് വളരെ മോശമല്ലേ. ഞാനൊക്കെ എൻ്റെ വീട്ടിൽ പോയി നിൽക്കൽ തന്നെയല്ല. എൻ്റെ വീഡിയോസിൽ നിങ്ങൾ കാണുന്നില്ലേ, വീട്ടിൽ പോയി നിൽക്കുക ആരല്ലേ? ഒരു ഏട്ടത്തി ഉണ്ട് തീരെ വയ്യാത്ത, പിന്നെ എൻ്റെ ഉമ്മയല്ലേ, അതിനെ ഞാൻ ഇവിടെ കൊടുന്നുകാണ്ടാ നോക്കല്. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ആങ്ങളുടെ അടുത്താണ് പോയി നിൽക്കല്. അപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോഴാണ് ഞാൻ ഉമ്മാനെ കൊടുന്ന് നോക്കണത്. ഉമ്മാനെ നോക്കണം അല്ലേ? ഉമ്മാരൊക്കെ നോക്കിയാലല്ലേ നമുക്ക് അവിടുന്ന് ഇവിടുന്ന് മാത്രല്ല അവിടുന്നും കിട്ടണ്ടേ നമുക്ക്. അപ്പൊ എന്തൊക്കെയാ പറയണ്ടേ എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. ദേഷ്യം വരിക ഭയങ്കര സങ്കടം. എന്തിനാ ഇങ്ങനെയൊക്കെ പറയണ പൊന്നു മക്കളെ? ഞാനൊന്നും എൻ്റെ വീട്ടിൽ പോയി നിൽക്കലില്ല. അപ്പൊ പൂതിയോണ്ട് പോയി നിന്നാ ഷെയ്മോളൊക്കെ നിങ്ങൾക്ക് അറിയണല്ലോ, ഇവിടെ ഇങ്ങനെ പണിയും മേലെ ഇരുത്ത് കുട്ടികളെയും നോക്കി ഞങ്ങളങ്ങനെ കുടുംബത്തിൽ ഞങ്ങളെ വീട്ടില്. അല്ലാതെ എനിക്ക് പുറത്തുനിന്ന് ഒരു മനുഷ്യൻ വന്ന് സഹായിക്കാൻ കഴിയൂല ആരെക്കൊണ്ടും. അപ്പൊ നിങ്ങൾ ചോദിച്ച് കുറെ ആൾ ഇതിൽ ചോദിച്ചിട്ടുണ്ട്. എന്താ ബാഡ് കമന്റ് ആയിട്ടല്ല കേട്ടോ, അത് നിങ്ങളൊരു സംശയം ചോദിച്ചായിരിക്കും. താത്ത അവിടെയൊക്കെ മുത്തച്ഛയാളും ഉമ്മയും ഒലക്കെ ഉണ്ടല്ലോ, അപ്പൊ എന്തേ കാക്കു പുറത്തുനിന്ന് പോയി തിന്നണ്, എന്താ ഓരോടത്തുനിന്നൊന്നും പോയി തിന്നൂടെ ചോദിക്കുന്നുണ്ട്. തിന്നണീന് കുഴപ്പമൊന്നുമില്ല. ഓല് ചെന്നാ കൊടുക്കായൊന്നുമല്ല, ഒക്കെ നല്ല രീതിയിൽ തന്നെ കഴിയല്. പക്ഷെ കാക്കു അങ്ങനെ ആരെയും അങ്ങനെ ചെന്ന് ബുദ്ധിമുട്ടിക്കലില്ല കേട്ടോ. അത് ഓൽക്കൊരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും അല്ലേ. നമ്മളിങ്ങനെ 2 ദിവസം നിൽക്കാൻ പോയാൽ നമ്മൾ പെണ്ണുങ്ങളല്ലേ, നിങ്ങൾക്ക് ആലോചിച്ചാലറിയാം. കെട്ടിച്ചു കൊടുത്ത് നമ്മളെ പെരയ്ക്ക് 2 ദിവസം നിൽക്കാൻ പോയാലേ അവസ്ഥ. ഓനെയും കുട്ടികളെ ഇട്ടുകാണ്ട് അവിടെ ഇട്ടുകാണ്ട് ഓളാണ് പോയിക്കണോ, ഓൻ്റെ ഒന്നും നോക്കണ്ടാറ്. അപ്പൊ അത് പറഞ്ഞിട്ടും അല്ല ഞാൻ ഈ പറയണ കേട്ടോ. അപ്പൊ അതിന് അവസരം വരുത്തണ്ട. നമ്മള് 2 ദിവസം നിൽക്കാൻ പോവാ സന്തോഷത്തില്. അപ്പൊ ആ നിക്കണീന് എന്താ കാക്കും തന്നെ പുറത്തുനിന്ന് പറഞ്ഞാലൊക്കെ തിന്ന് സഹകരിച്ചാല് പറഞ്ഞ പോലെ കാക്കു തന്നെ ഉണ്ടാക്കി തിന്നലുണ്ട്. നിങ്ങൾക്ക് അറിയണല്ലേ, കാക്കു ഇതും ഉണ്ടാക്കി തിന്നും. പക്ഷെ അതിന് സാഹചര്യമല്ല. കാരണം ഇവനൊക്കെ ഉച്ചക്ക് 2 മണിക്ക് വരിക ഞങ്ങളോട് പറഞ്ഞില്ലേ. കാക്കും തന്നെ കൊയങ്ങിക്കാണ്ട് വരുവാരും, കല്ലേറ്റി കൊയങ്ങി വരുവാരും. ആ മനുഷ്യനൊരു തുള്ളി നാരങ്ങ വെള്ളമെങ്കിലും ഞാൻ ഉണ്ടാക്കാൻ പാടില്ലെങ്കിൽ അത് കാണുന്നവർക്കൊരു ഗതികേടായിരിക്കും അല്ലേ. അപ്പൊ കാക്കു തന്നെ എന്നോട് പറഞ്ഞു കേട്ടോ. എൻ്റെ ഉപ്പയൊക്കെ മരിച്ചു പോയി അന്ന്. കുറേ അന്ന് കൊറോണ കാലമായിരുന്നു. അപ്പൊ ചെല്ലാൻ കുറേ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഇവിടുന്ന് പോകാനുള്ള അവസ്ഥകൾ മോശമായിരുന്നു. റോഡുകളൊക്കെ ബ്ലോക്കും കാര്യങ്ങളും. ഉപ്പാനെ കണ്ടില്ല. ഉപ്പാനെ അന്ന് രാവിലെ വിളിച്ചു, എന്താ വീഡിയോ കോൾ ചെയ്തു കേട്ടോ. എന്നിട്ടാണ് പിന്നെ ആ വീഡിയോ കോൾ ചെയ്ത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എൻ്റെ ആങ്ങളെ ഏട്ടത്തി വിളിച്ചറിയണത്. ഇപ്പടി ആസ്പത്രിയിലാണ്, അപ്പാക്ക് നെഞ്ഞുവേദന. ഞാനും കാക്കും അപ്പൊ തന്നെ ഇവിടുന്ന് അപ്പൊ നമ്മള് കൊറോണയും കാര്യം നോക്കൂലല്ലോ, ഒറ്റ പോക്ക്. അവിടെ ചെന്നപ്പോത്തിന് അപ്പാൻ IC കയറ്റി. പിന്നെ രാത്രിയൊക്കെ ആയിരുന്നു ഉപ്പാക്ക് മരണം കേട്ടോ. കണ്ണു തുറന്നിട്ടില്ല കേട്ടോ. ഞാൻ എന്നെ കണ്ടിട്ടില്ല. അപ്പാക്ക് നല്ല പൂതി ഉണ്ടായിരുന്നു. അപ്പൊ എപ്പോഴും കാക്കു ടെൻഷന് പറയും, ഇനി അങ്ങനെ ഒരു അവസരം വരണ്ടാജ് പോയിക്കോ, 2 ദിവസം നിൽക്കും. ഉമ്മ അങ്ങനെ വെയ്യാത്തല്ലേ, എപ്പോഴും വെയ്യാത്താണ്. അപ്പൊ ഉമ്മ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പൊ 2 ദിവസം നിന്നോ പറഞ്ഞുകൊണ്ട് അങ്ങനെ പോയതാണ്. അല്ലാതെ ഞാൻ തെറ്റിക്കാണ്ട് പോയതൊന്നല്ല കേട്ടോ മക്കളെ. അപ്പൊ എന്താ കമന്റ് ഇതാക്കിക്കാം. ആ കമന്റ് അത് ബ്ലോക്കായി പോയി. അപ്പൊ കാക്കു ഒരു ദിവസം പുറത്തുനിന്ന് നിന്നു.
പിന്നെ രണ്ടാമത്തെ ദിവസം കാക്കുവിന്റെ വലിയ പങ്ങളുണ്ട് കേട്ടോ അവിടെ പോയി തിന്നു. താത്തമ്മ അറിയിലൊക്കെയാണ്. അപ്പൊ അങ്ങനെ ഓടി ചെല്ലാനും ഇതാനും ഒന്നും പറ്റൂല. അപ്പൊ എല്ലാരും ഇല്ലേ ഇവിടെ മരക്കളൊക്കെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. എന്നാലും ചെല്ലുമ്പോ അൽഹംദുലില്ലാ എന്തോ ഒരു സന്തോഷമായിട്ട് ഞങ്ങൾക്ക് കാക്കുവിന് ചോറൊക്കെ വല കൊടുത്തു കേട്ടോ. ഇവിടെ വലിയ മുത്തച്ഛി ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ താത്താന്റെ 4 വയസ്സില് കാക്കുവിന് 4 വയസ്സായെന്നൊക്കെ താത്ത വന്നിക്കണ്. അപ്പൊ ഞാൻ ആരോട് പറഞ്ഞിട്ടൊന്നുമില്ല. പറഞ്ഞു കാടാണ് പോയി കഞ്ഞന്മാരോ ഓലോടൊക്കെ പറഞ്ഞു പോവും. എന്നാലും അങ്ങനെ അങ്ങോട്ട് ചോറ് കൊടുക്കേണ്ടവര് അങ്ങനെ നമ്മൾ പറഞ്ഞുകാണ്ട് പോലില്ല. കൊടുക്കുകയാണെങ്കിൽ വാങ്ങി കഴിക്കും, അത്രേ ഉള്ളൂ. കൊടുന്ന് തന്നാല് അല്ലാതെ അവിടെ പോയിക്കാണ്ട് പോലെ ബുദ്ധിമുട്ടിക്കണ്ടെന്നുള്ളൊരു ഇതിലാണ് കേട്ടോ. അപ്പൊ കമന്റുകൾ കണ്ടില്ല അതില് ഈ ഷാഹിദ ഷാഹിയാണ് കേട്ടോ. വല്ലാതെ നെഗറ്റീവ് മാത്രമേ വിടലുള്ളൂ. നമ്മളിപ്പോ ഓരോ ബുദ്ധിമുട്ടും വെച്ചുകാണ്ട് ചാനൽ തുടങ്ങിയതല്ലേ. അപ്പൊ അതിന്റെ മുകളിൽ തന്നെ ആ ചോറുണ്ടാക്കണം കേട്ടോ. നമ്മളെ മറ്റേ വീഡിയോയിലെ തറവാട്ടിൽ നിന്ന് നെയ്ച്ചോറുണ്ടാക്കിയ ഈ നെയ്ച്ചോറ് ആർക്കാ കൊടുക്കുക, എത്ര പേരുണ്ട് എന്ന് ആദ്യം കൊടുത്തിക്കണം കേട്ടോ. അപ്പൊ എല്ലാം ഒരു തിന്നും മക്കൾ. എന്നാലും ഒരാൾ പട്ടിണി കടത്തൂല. നമ്മള് അന്നന്ന് നയിച്ച് കൂലിപ്പണി എടുത്ത് അന്ന് തിന്നണ മനുഷ്യന്മാരാണ്. അപ്പൊ അത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ അതിലൊന്നും എനിക്ക് വലിയ കമന്റ് മോശമായി തോന്നിയിട്ടില്ല. അങ്ങനത്തെ അങ്ങനെ നെഗറ്റീവ് വിടലുണ്ട്. പിന്നെ നല്ലൊരു കമന്റ് ഇട്ടത് എന്താ വെച്ചാൽ, നീയും ലൈലാത്തയെ പോലെ കെട്ടിയോന്റെ തല്ലും മേടിച്ച് സ്വന്തം വീട്ടിലേക്ക് വന്നോ? ഇപ്പൊ ലൈലാത്താന്റെ ഗതി കണ്ടില്ലേ? ജാട കൂടിയാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ആരാ പറഞ്ഞ മക്കളെ ഓളെ തച്ചിക്കണെന്നൊക്കെ? ഈ പറഞ്ഞ ഷാഹിദ സായി ഓലെ പെരിയിലാ നിക്കണത്. നിങ്ങൾ കണ്ടോ? ഓളെ തല്ലണത് കണ്ടോ? നാട്ടുകാർക്ക് ഒരു തുള്ളി കിട്ടിയാൽ മതി അനാവശ്യം പറഞ്ഞുണ്ടാക്കാനില്ലേ. അപ്പൊ അതിനെ പറ്റി അമ്മക്കറിയില്ല. ഞാന് എന്റെ ചങ്ങാഴ്ചയാണ് ലൈല, ഞാൻ വിളിക്കലുണ്ട്. പക്ഷെ അവരെ പേഴ്സണൽ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടലില്ല. നമ്മള് എന്താ എന്നെ തച്ചോ എന്നെ ചവിട്ടിയോ അതൊന്നും ഞാൻ ചോദിക്കലില്ല. ഓളിഞ്ഞോട് പറയലുമില്ല. എന്തിനാ അതൊക്കെ അതിലൊക്കെ കയറി നമ്മളെ ഇടപെടേണ്ട ആവശ്യം? അവനാന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ അതൊക്കെ. ഞാൻ ഇത്ര രൂക്ഷമായി പറയണത് എന്താ വെച്ചാല് ഇനിയും കൂടി പറഞ്ഞുകൊണ്ടാണ്. ഞാൻ എന്താ കെട്ടിയോന്റെ അടി വാങ്ങിക്കാണ്ട് 2 ദിവസം അവനാന്റെ പെരേക്ക് അവനാന്റെ പെറ്റമ്മാനെ കാണാൻ പോണ്. 2 ദിവസം അടി വാങ്ങിക്കാണ്ട് മാപ്പിളിന്റെ അടുത്ത് നിന്ന് തല്ലും വാങ്ങി പോയത് തെറ്റിക്കാണ്ടാന്ന് നിങ്ങൾ വിചാരം? ഒരാളങ്ങനെ പറ്റങ്ങട്ട് ആക്ഷേപിച്ചുകാണ്ട് പറയല. മോശപ്പെട്ട വാക്കുകളല്ലേ അതൊക്കെ. എന്താ 2 ദിവസം നിൽക്കാൻ പോയി എഴുതിക്കാണ്ട് മാപ്പിളിനോട് നിങ്ങളൊക്കെ നിങ്ങളെ പെരേക്ക് 2 ദിവസം അമ്മാനെ കാണാൻ പോകുമ്പോ മാപ്പിളിന്റെ അടുത്ത് നിന്ന് തല്ലും വാങ്ങിയാണ്ടാ പോലെ. ഇന്ന വരെ 17 കൊല്ലായി, 16ാമത്തെ കൊല്ലാട്ടോ. ഇവന്റെ വയസ്സാണ്. ഇവന് 15 വയസ്സ് കഴിഞ്ഞു. 16 വയസ്സായി. 16 കൊല്ലായി എന്നെ കെട്ടിക്കൊടുത്തിട്ട്. ഇന്ന വരെ ഞാൻ അഹങ്കാരം പറയല്ല, ഞാന് എന്താ വലിയത് പറയല്ല കേട്ടോ. എന്റെ മാപ്പിളുടെ കജിന്ന് ഇന്ന വരെ ഒരു അടി കിട്ടിയിട്ടില്ല. ഞാനത് വാങ്ങിച്ചിട്ടുമില്ല. പിന്നെ മാപ്പിളാരാവുമ്പോൾ ഇനിയിപ്പോ അമ്മായിമ്മയും നാത്തൂമാരാവുമ്പോഴും ഒക്കെ തട്ടിമുട്ടി ചട്ടിയും കാലാവുമ്പോ തട്ടിമുട്ടിയൊക്കെ നിൽക്കും മക്കളെ. അതൊക്കെ ഉണ്ടാവും നമ്മളെ ജീവിതത്തില്. അതില്ലാത്ത മനുഷ്യന്മാരുണ്ടാവും. അതുപോലെ ചെറിയ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഓളെ കുടുംബത്തിലുണ്ടാവും. നമ്മളത് ചോദിച്ചാലുമില്ല, അതിനെ ഇടപെടാൻ പോകലുമില്ല. ഓളിങ്ങോട്ട് വിളിച്ച് പറയലുമില്ല. എന്തെങ്കിലും വീഡിയോസിന്റെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുന്നല്ലാതെ ഞാൻ അതൊന്നും വിളിച്ച് ചോദിക്കലുമില്ല. പിന്നെ എന്നെ പറ്റി പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? ഒരാളെ താരതമ്യം ചെയ്ത് കണ്ട ഒരാളെ പറയാ, അങ്ങനെ പറയാൻ പാടില്ല. മോശത്തരല്ലേ. പിന്നെ ഈ പറഞ്ഞ ആള് പറയും, ഞാൻ പറയും എനിക്കെന്താ ഇന്റെ വായല്ലേ ഞാൻ പറയുന്നൊക്കെ. ഇന്റെ കമന്റ് ബോക്സിൽ ഇന്ന് പറയണ്ട, അല്ലെങ്കിൽ ഞാൻ റിപ്പോർട്ട് അടിച്ച് നിങ്ങൾ ഇനി ഇതിനെ വരെന്നെ വേണ്ട കമന്റ്. എനിക്ക് അത്ര ഒരു വെറുപ്പ് തോന്നി. ഇത് ലോക്കായടാ, അത് തുറന്ന കാത്തൂന് ദേഷ്യം വന്നു അറിയാലേ. നമ്മളെ കൂട്ടും കുടുംബമൊക്കെ ആയി കഴിയുമ്പോ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാരിൽ ആരത്ര നല്ലവരില്ലത്. കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതിന് ഇങ്ങനെ നല്ലോണം തിരി കൊടുത്തല. അതിപ്പോ അയൽവാസികൾ ആരെങ്കിലും ഒക്കെ എഴുതി വിട്ടാരും. ഞാനും കണ്ടുകണ ഓളെ കമന്റ് ബോക്സിൽ അമ്മാരി വർത്താനങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ ഞാൻ പറയാം ലേസം കിട്ടുമ്പോത്തിന് അത് തീ ആളി കത്താനാ നോക്കുള്ളൂ. എല്ലാവരും ആരും അണക്കാൻ പോകൂല. അപ്പൊ ഇത്രയൊക്കെ എന്നെ ഉള്ളു എനിക്ക് പറയാനുള്ളത്. അനാവശ്യങ്ങള് എഴുതി വിടരുത്. പിന്നെ അവൾക്ക് അത്ര ജാടയാണ്, മറ്റാണ് മറിച്ചാണ്. മനുഷ്യന്മാരെ മനസ്സിലാക്കും. മനുഷ്യന്മാരെ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ. അപ്പൊ എത്രയൊക്കെ ഉള്ളു പറയാനേറി. ഇത് എണീറ്റ് പോയിട്ട് എത്ര മോശപ്പെട്ട വാക്കുകളൊന്നും എഴുതരുത് കേട്ടോ. പിന്നെ അത് അവരുടെ ജീവിതമാണ്, ഇത് നമ്മളെ ജീവിതമാണ്. അതേപോലെ നമ്മുടെ അടുത്ത് തല്ല് വാങ്ങി പോകുകാരനാണ്ട് അമ്മാര് വർത്താനങ്ങളൊന്നും എഴുതി വിടരുത്. ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ. മോശമാണ് അങ്ങനെയൊക്കെ ഒരാളെ പറ്റി അറിയാതെയും കേൾക്കാതെയൊക്കെ പച്ചക്ക് വേണ്ടാത്തരം വിളിച്ച് പറയണത്. അങ്ങനെയൊന്നും എന്റെ കമന്റ് ബോക്സിൽ ഒരാളും അങ്ങനെ എഴുതലില്ല.
അപ്പം ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സൊക്കെ നന്നായിട്ട് ചെക്ക് ചെയ്യലുണ്ട്. ഒരാൾ മോശപ്പെട്ട എഴുതലില്ല കേട്ടോ. കാരണം നമ്മളെ അവസ്ഥകൾ അറിഞ്ഞ് ഈ പാത്തു ഇത്രയും കുട്ടികളെയും മക്കളെയും വെച്ചിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് വീഡിയോസ് ഇടുന്നത്. അതിന് എന്തെങ്കിലുമൊക്കെ ഒരു ഏണിങ്സും കാര്യങ്ങളും കിട്ടിക്കോട്ടെ കരുതികാണ്ട് കൂടുതൽ സപ്പോർട്ട് ചെയ്ത് തരുന്ന ആളുകളുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരുവിധം കമൻറ്റുകളൊന്നും അങ്ങനെ വരലില്ല, എനിക്ക് അപൂർവേ വരലുള്ളൂ. ഈ 36 ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയുള്ള വീഡിയോസ് മുഴുവനും കാണും ചെയ്യും, ഫുള്ള് നെഗറ്റീവ് പറയും ചെയ്യും. അപ്പം നമ്മൾ തമ്മിലൊന്നും അങ്ങനത്തെ ഇനിയിപ്പോൾ ഫാമിലി ആണെങ്കിലും കാക്കുവിൻ്റെ ഫാമിലി ആണെങ്കിലും ഒന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അങ്ങനത്തെ ഒന്നും അനാവശ്യങ്ങൾ എഴുതി വിടണ്ട. അങ്ങനത്തെ അനാവശ്യങ്ങളൊക്കെ എഴുതി വിടുന്നവരുണ്ട്, അതൊക്കെ ഞാൻ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യല. അപ്പം എത്രയൊക്കെ ഉള്ള വീഡിയോ, പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരാൻ ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ മക്കളെ. കുട്ടികളൊക്കെ ഉറങ്ങുകയാണ്. അപ്പം 2 വർത്താനങ്ങളോട് പറയാമെന്ന് കരുതി. എന്താ ഇജാതി വർത്താനങ്ങളൊക്കെ ഇട്ടാലും നിങ്ങൾ